അന്തരിച്ച സംഗീതജ്ഞൻ കെ.ജെ. ജയന്റെ സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് 5:30 തൃപ്പൂണിത്തുറ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ഉമേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഉമേഷ്, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്? ഇന്ന് എവിടേക്കാണ് പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ? കീർത്തി, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കാക്കനാട്ട സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. അതിനുശേഷം മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ തൃപ്പൂണിത്തുറയിലെ വസതിയിലേക്ക്, ഞാൻ അവിടെയാണുള്ളത്, ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ മൃതദേഹം എത്തിക്കും. 8 മണി 8:30 അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം വീട്ടിൽ തന്നെയായിരിക്കും മൃതദേഹം. ഉച്ചവരെ ഇവിടെ തന്നെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. മരണവുമായി ബന്ധപ്പെട്ട മരണാനന്തരവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകൾ നിർവഹിക്കാനുണ്ട്. അതിനുശേഷം മൃതദേഹം പൊതുദർശനത്തിനായി തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലത്തിലേക്ക് കൊണ്ടുപോകും. ലായം കൂത്തമ്പലത്തിൽ വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ അവിടെ പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുശേഷം 5:30 തൃപ്പൂണിത്തുറ നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനത്തിൽ വൈകിട്ട് 5:30 സംസ്കാരം എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും കെ.ജെ. ജയൻ്റെ മൃതദേഹം സംസ്കരിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ നിലയിലാണ് ഇന്നത്തെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാണുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. 90 വയസ്സായിരുന്നു കെ.ജെ. ജയന്. അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. അങ്ങനെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ അസുഖം വർദ്ധിക്കുകയും അങ്ങനെ ഇന്നലെ പുലർച്ചയോടെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. ഇന്നലെ മരണം നടന്ന് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇവിടേക്ക് വന്നില്ലായിരുന്നു. ഇന്ന് ഈ മൃതദേഹം എത്തിക്കുന്നതോടെ നിരവധി പേർ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തും. നടൻ മനോജ് കെ ജയൻ ഉൾപ്പെടെ 2 മക്കളാണ് അദ്ദേഹത്തിന് ഉള്ളത്. ബിജു കെ ജയൻ, മനോജ് കെ ജയൻ, രണ്ടുപേരും ഇന്നലെ ഇവിടെ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഇവിടെ ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും 8:30 അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. ഇവിടെയും ഒപ്പം ലായം കൂത്തമ്പലത്തിനുമൊക്കെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ആ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നമ്മൾ കണ്ടതുപോലെ തന്നെ വലിയ സംഭാവനകൾ സംഗീതരംഗത്ത് നൽകിയ ഒരാളാണ് കെ.ജെ. ജയൻ. സംഗീതജ്ഞൻ എന്നതിലുപരിയായി അദ്ദേഹം സംഗീത സംവിധായകൻ കൂടിയായിരുന്നു. മലയാള സിനിമയിൽ ഏതാണ്ട് 30ഓളം ചിത്രങ്ങൾക്കാണ് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചതെങ്കിലും പക്ഷേ 1000-ലധികം അയ്യപ്പ ഭക്തി ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രശസ്തമായ നിരവധി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റേതായുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന നിരവധി അയ്യപ്പ ഭക്തി ഗാനങ്ങൾ അദ്ദേഹമാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരൻ ജയവിജയന്മാർ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. രണ്ടുപേരും ചേർന്നാണ് ഇത്തരത്തിൽ നിരവധി അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 1988 അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരൻ വിജയൻ്റെ ആകസ്മിക മരണം. അത് അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് നിരവധി വേദികളിൽ കച്ചേരി അടക്കം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ സംഗീതയാത്ര തുടർന്നിരുന്നത്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വിയോഗം, ആകസ്മിക മരണം സംഭവിക്കുന്നത്. അത് അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ യേശുദാസിൻ്റെയൊക്കെ നിർബന്ധപ്രകാരം വീണ്ടും അദ്ദേഹം സംഗീത രംഗത്തേക്ക് തിരിച്ചു വന്നു. സംഗീതം സംവിധാനം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു വളരെ പ്രശസ്തമായ സംഗീത ആൽബമായിരുന്നു മയിൽപ്പീലി എന്ന ഗാനം. നമുക്കറിയാവുന്നതിൽ രാധകൻ പ്രേമത്തോടാണോ കൃഷ്ണ എന്നതടക്കമുള്ള ഗാനങ്ങൾ ഈ 88 ശേഷമാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തുന്നത്. ആ തരത്തിൽ വളരെ ജനപ്രിയമായ പാട്ടുകൾ സംഗീത സംവിധാനം നിർവഹിച്ചത് ജയനായിരുന്നു. ഇരുവരും ഒരുമിച്ച് കച്ചേരി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം മത്സരിക്കുന്ന പോലെ ആ തരത്തിലൊക്കെ ആയിരുന്നു കച്ചേരി അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്നൊരാൾ ആകസ്മികമായി മരിച്ചുപോയതോടെ അദ്ദേഹത്തിന് ആ ഒരു വിടവ് നികത്താൻ വലിയ പ്രയാസം നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും പിന്നീട് അദ്ദേഹം ദീർഘകാലം സംഗീത രംഗത്ത് തന്നെ തുടർന്ന് വളരെ ചെറുപ്രായത്തിൽ 9 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ഇരട്ട സഹോദരന്മാർ അരങ്ങേറ്റം കുറിച്ചതാണ്. അവരുടെ ജന്മനാട് കോട്ടയത്താണ്. കോട്ടയം കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ അവരുടെ അരങ്ങേറ്റം കുറിച്ചതാണ്. 9-ാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ചതാണ്. പിന്നീട് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപകനായാണ് കെ.ജെ. ജയൻ ജോലി ചെയ്തത്. പക്ഷേ സംഗീതമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ജോലി രാജിവെച്ച് മുഴുവൻ സമയം
സംഗീത പഠനത്തിനായി മാറ്റിവെക്കുകയും തിരുവനന്തപുരം സ്വാതിരുനാൾ സംഗീത കോളേജിൽ അദ്ദേഹം ഗാനഭൂഷണം നേടിയിരുന്നു. ഇതുകൂടാതെ ഉപരിപഠനത്തിനായി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ആലത്തൂർ ബ്രദേഴ്സ് അടക്കം, ഒപ്പം ബാലമുരളീകൃഷ്ണൻ അടക്കമുള്ളവരുടെ കീഴിലാണ് ഉപരിപഠനം സംഗീത രംഗത്ത് കൂടുതൽ പഠനം നടത്തിയത്. പിന്നീട് ഇങ്ങോട്ട് നിരവധി കച്ചേരികളായിരുന്നു. ഇതിനിടയിലാണ് നാടകത്തിൽ സംഗീത സംവിധാനം നിർവഹിക്കുക എൻ പിള്ളയുടെയും ജോസ് പ്രകാശിൻ്റെ അടക്കമുള്ള നാടകങ്ങളിൽ സംഗീത സംവിധാനം നിർവഹിക്കുകയും അത് 50കളിലാണ് അത്തരത്തിൽ ഈ നാടക രംഗത്ത് സംഗീത സംവിധാനം നിർവഹിച്ചത്. ആ സമയത്താണ് കാലത്ത് ജയ വിജയ എന്ന ജോസ് പ്രകാശ് നൽകുന്നത്. പിന്നീട് സിനിമകളിൽ സംഗീത സംവിധാനം നിർവഹിക്കാൻ ആരംഭിച്ചു. അതിനിടയിലാണ് ഈ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ 1961 പി ലീലയെ കൊണ്ട് ഇത്തരത്തിൽ അയ്യപ്പ ഭക്തി ഗാനം പാടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭക്തിഗാന സംവിധാന രംഗത്തേക്ക് സംഗീത സംവിധാന രംഗത്തേക്ക് അവർ കടക്കുകയായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് നിരവധി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1000-ലധികം ഭക്തിഗാനങ്ങൾ ഇരുവരും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. 88ലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണം സംഭവിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം തുടർന്ന് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ മരണം അത് വല്ലാതെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ സംഗീത സംവിധാനം ഇനി നിർവഹിക്കാൻ പറ്റുമോ എന്നടക്കമുള്ള ചിന്തകളിലേക്ക് പോയെങ്കിലും പിന്നീട് സംഗീത സംവിധാന രംഗത്ത് തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചത് യേശുദാസ് അടക്കമുള്ളവരുടെ സ്നേഹപൂർണ്ണമായ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും സംഗീത സംവിധാന രംഗത്തേക്ക് അദ്ദേഹം വരികയായിരുന്നു. ആ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സംഗീതയാത്ര പോയത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആംബുലൻസിൽ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ തൃപ്പൂണിത്തറയിലെ വസതിയിലേക്ക് എത്തിക്കുകയാണ്. അധികം വൈകാതെ തന്നെ പൊതുദർശനം ഇവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉച്ചവരെ ഇവിടെ തന്നെ ഈ തൃപ്പൂണിത്തറയിലെ വീട്ടിൽ തന്നെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. 3 മണി വരെ ഈ വീട്ടിൽ തന്നെ പൊതുദർശനം ഉണ്ടാകും. മറ്റ് ചടങ്ങുകളൊക്കെ ഇവിടെ നിർവഹിക്കാനുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മരണവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകൾ വീട്ടിൽ വെച്ച് തന്നെ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം 3 മണിയോടെ മൃതദേഹം ലായം കൂത്തമ്പലത്തിലേക്ക്, അത് തൃപ്പൂണിത്തറ തന്നെയാണ്, തൃപ്പൂണിത്തറ സ്റ്റാച്യു ജംഗ്ഷനിലുള്ള ലായം കൂത്തമ്പലത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ 3 മണി മുതൽ 5 മണി വരെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വയ്ക്കും. പിന്നീട് 5:30 അദ്ദേഹത്തിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തറ നഗരസഭയ്ക്ക് കീഴിലുള്ള പൊതുശ്മശാനത്തിൽ വൈകിട്ട് 5:30 KG ജയൻ്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. 2019 അദ്ദേഹത്തിൻ്റെ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് 2019 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം അടക്കം ലഭിച്ചതാണ്. പത്മശ്രീ ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചതാണ്. അതുകൂടാതെ മറ്റ് നിരവധി സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2019 അദ്ദേഹത്തെ തേടി പത്മശ്രീ എത്തുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയാണ് സർക്കാർ സംസ്കാരം, അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 5:30 അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുകയും ചെയ്യും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 മണി വരെ ഇവിടെ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ സൂക്ഷിക്കുക. പിന്നീട് തൃപ്പൂണിത്തറ ലായം കൂത്തമ്പലത്തിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോവുകയും ചെയ്യും. കീർത്തി. ശരി, ഉമേഷാണ് ആ വിവരങ്ങൾ നൽകിയത്. തിരിച്ച സംഗീതജ്ഞൻ KJ ജയൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ടാണ് നടക്കുക. നാട് അന്ത്യാഞ്ജലി അദ്ദേഹത്തിന് നേരുന്നു. വലിയൊരു കലാകാരനെ തന്നെയാണ് നാടിന് നഷ്ടമായിരിക്കുന്നത്. മനോജ് KJ അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇന്ന് വിവിധയിടങ്ങളിൽ പൊതുദർശനം നടത്തുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. ഉമേഷ് തുടരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോൾ മൃതദേഹം അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് തുടർന്നുള്ള ക്രമീകരണങ്ങൾ? ആദ്യം തന്നെ എവിടെയാണ് പൊതുദർശനമൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്? കീർത്തി, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടേക്ക് ഇറക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മനോജ് KJ അടക്കം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങാനായി മനോജ് KJ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. മൃതദേഹം ഇപ്പോൾ വീട്ടിൽ തന്നെയായിരിക്കും ഇനി പൊതുദർശനം ഉണ്ടാവുക. 3 മണി വരെ ഇവിടെ തന്നെ ആയിരിക്കും എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്.
ഇവിടെ അടുത്ത ബന്ധുക്കൾക്കും മറ്റ് സുഹൃത്തുക്കൾക്കും അടക്കമുള്ളവർക്ക് ഇവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ ഉള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിൽ തന്നെയായിരിക്കും ഈ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം 3 മണിയോടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിലുള്ള ലായം കൂത്തമ്പലത്തിലേക്ക് കൊണ്ടുപോകും. ലായം കൂത്തമ്പലത്തിൽ 3 മണി മുതൽ 5 മണി വരെ അവിടെയാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. നിരവധി പേർ അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവരും ഒപ്പം അദ്ദേഹത്തിൻ്റെ ആരാധകരായവരും ഒക്കെ അടക്കം ചലച്ചിത്ര ലോകത്തും സംഗീത രംഗത്തുമൊക്കെയുള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 5 മണി വരെ ഈ ലായം കൂത്തമ്പലത്തിൽ തന്നെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാണ് മൃതദേഹം പിന്നീട് സംസ്കരിക്കാനായി കൊണ്ടുപോവുക. അത് തൃപ്പൂണിത്തുറയിൽ തന്നെ പൊതുശ്മശാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. 5:30 നഗരസഭ പൊതുശ്മശാനത്തിൽ എത്തിക്കുന്ന മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം നടത്തുക എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തുള്ള പത്മശ്രീ നൽകി ആദരിക്കപ്പെട്ടയാളാണ് KG ജയൻ. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ തരത്തിലുള്ള ആദരവ് അദ്ദേഹത്തിന് നൽകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് ഇപ്പോൾ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും 2 ആൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന് നടൻ മനോജ് K ജയനും അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ബിജു K ജയൻ. 2 പേരും ഇവിടെ ഉണ്ട്. അതിനുശേഷം എന്തായാലും 5 മണിയോടെ മൃതദേഹം സംസ്കരിക്കാനായി തൃപ്പൂണിത്തുറ നഗരസഭാ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കുകയാണ്. ഏതായാലും KG ജയൻ്റെ നിര്യാണത്തോടെ വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം എന്നാണ് സംഗീത രംഗത്തുള്ളവർ, പൊതുവെ ചലച്ചിത്ര രംഗത്തുള്ളവർ എല്ലാവരും വിലയിരുത്തിയിരിക്കുന്നത് ആ നിലയിൽ തന്നെയാണ്. കാരണം ഒട്ടേറെ സംഭാവനകൾ മലയാള സിനിമയ്ക്കും സംഗീത ലോകത്തും നൽകിയ ഒരാളാണ് KG ജയൻ. അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരനായ ജയവിജയൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 2 പേരും ചേർന്നാണ് കച്ചേരികളെല്ലാം ആദ്യകാലത്ത് നടത്തിയിരുന്നത്. പിന്നീട് 2 പേരും നാടക സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു. ആ നാടക സംഗീത സംവിധാനം നിർവഹിച്ച ആ കാലത്താണ് ജോസ് പ്രകാശ് ഇരുവർക്കും ജയവിജയ എന്നൊരു പേര് ഇവർക്ക് നൽകുന്നത്. ആ നിലയിലാണ് പിന്നീട് പിൽക്കാലത്ത് ഇരുവരും അറിയപ്പെട്ടത്. അങ്ങനെ ഇരുവരും ഒരുമിച്ചുള്ള സംഗീതയാത്ര തുടരവെയാണ് 1988 അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ആകസ്മികമായ മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു. പിന്നീട് യേശുദാസടക്കമുള്ളവരുടെ സ്നേഹപൂർണ്ണമായ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം വീണ്ടും സംഗീത രംഗത്തേക്ക് തിരിച്ചു വരികയായിരുന്നു. സംഗീത സംവിധാന രംഗത്തേക്ക് വീണ്ടും തിരിച്ചു വരികയായിരുന്നു. പിന്നീട് ഒട്ടേറെ ഒരുപിടി ഭക്തിഗാനങ്ങൾക്ക് അദ്ദേഹം ഈണമിട്ടിട്ടുണ്ട്. അതിനുശേഷം ആ സമയത്ത് പുറത്തിറങ്ങിയ വളരെ പ്രധാനപ്പെട്ട വളരെ ജനകീയമായ ഒരു സംഗീത ആൽബമായിരുന്നു. ശരി, ഉമേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.